ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഡിസൈനിൽ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു സർക്കിളാണ് വരച്ചത്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിളൂടെ വരച്ചു. ഒരു ഔട്ട്ലൈനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിൾ വരച്ചു. അപ്പോൾ 2 സർക്കിളാണ് ഇവിടെ വരച്ചത്. ഇനി മറ്റൊരു സർക്കിൾ അതിൻ്റെ ഉള്ളിലായിട്ട് വരച്ചു, ഏറ്റവും ഉള്ളിലായിട്ട്. ടോട്ടൽ 3 സർക്കിളായി. ഇനി മറ്റൊരു സർക്കിളൂടെ അതിൻ്റെ ഉള്ളിലായിട്ട് പുറത്തായിട്ട് വരച്ചിട്ടുണ്ട്, നേരത്തെ വരച്ചതിൻ്റെ പുറത്തായിട്ട്. അപ്പം ഇത്രയാണ് വരച്ചത്. അപ്പോൾ ഇതും ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ, എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ഉള്ളിലും ഒരു സർക്കിൾ ഔട്ട്ലൈനായിട്ട് വീണ്ടും വരച്ചു. ഫിഗർ കണ്ടിരിക്കുമ്പോൾ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിളൂടെ വരച്ചു. അപ്പം ഇത്രയും വളരെ സിമ്പിളായിരുന്നു. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി ഫിഗറിൽ കണ്ടതുപോലത്തെ ഷേപ്പ് ഓരോ ഭാഗത്തായിട്ട്, അതായത് 4 ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വരച്ചെടുത്തു. മാക്സിമം സിമ്മട്രിക്കലായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. ബാക്കി ഭാഗത്തും അതേ ഷേപ്പ് തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. പൂക്കളം ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. വരയ്ക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഇതൊക്കെ വരുന്നതെന്ന് നോക്കി സൂക്ഷിച്ച് വരച്ചെടുക്കുക, സിമ്മട്രിക്കലായിട്ട് വരയ്ക്കുക. ഇനി നമ്മൾ കോർണേഴ്സിലായിട്ട് നമ്മൾ ഡയമണ്ടിൻ്റെ ഷേപ്പ് എവിടെയൊക്കെയാണ് വരയ്ക്കേണ്ടത് അവിടെയെല്ലാം ഈ ഷേപ്പ് വരച്ചെടുക്കുക. ഓക്കെ, നമ്മൾ അതും വരച്ചെടുത്തു. ബാക്കിയുള്ള ഭാഗത്തും ഡയമണ്ടിൻ്റെ ഷേപ്പ് വരച്ചെടുത്തു. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി പടത്തിൽ കണ്ടിരിക്കും പോലത്തെ ആ ലൈൻസ് കോർണർ കണക്ട് ചെയ്ത് ഇങ്ങനത്തെ ലൈൻസ് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി പൂവിൻ്റെ ഇതൾ പോലത്തെ ഷേപ്പ് അകത്തുള്ള സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് പൂവിൻ്റെ ഇതൾ പോലത്തെ ഷേപ്പ് അകത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ആ ഫിഗർ കണ്ടിരിക്കുമ്പോഴത്തെ ഷേപ്പ് വരച്ചെടുക്കുക. മാക്സിമം സിമ്മട്രിക്കലായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ. ഇനി ബാക്കിയുള്ള ആ ഭാഗത്തുകൂടി ആ സിമ്മട്രിക്കലായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഏത് ഷെയ്ഡ്സോ കളേഴ്സോ ആണെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പൂക്കളം ഫില്ല് ചെയ്യാവുന്നതാണ്. അടിപൊളി ഡിസൈനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.